ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إنما كان قول المؤمنين إذا دعوا إلى الله ورسوله ليحكم بينهم أن يقولوا سمعنا وأطعنا وأولئك هم المفلحون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, സർവലോകരക്ഷിതാവായ പടച്ചതമ്പുരാന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, അഥവാ വസിയത്ത് ചെയ്യണം. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഹ്സിനീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മദീനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ട് കഴിഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നീട് അങ്ങോട്ട് പ്രവാചകത്വം വാദിച്ചു നടന്ന ചില ആളുകൾ ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരാളാണ് മുസൈലിമത്തുൽ കദ്ദാബ് എന്നറിയപ്പെടുന്ന പ്രവാചകത്വം വാദിച്ചു നടന്ന ഒരാൾ. അയാള് ഹബീബ് ബിനു സെയ്ദ് അൽ അൻസാരി എന്ന് പറഞ്ഞ ഒരാളെ പിടികൂടുകയും ഞാൻ പ്രവാചകനാണ് എന്ന് നീ സാക്ഷ്യം പറയണം. അതിനു മുമ്പ് അദ്ദേഹം ചോദിച്ചു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാണോ റസൂലാണോ എന്ന് നീ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂല് പ്രവാചകനാണ്, റസൂലാണ് എന്നതിന് നിങ്ങൾ എന്നെ പിടിച്ചു കൊണ്ടുപോയി ഇനി എന്തെങ്കിലും ഉപദ്രവം എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ പോലും ഞാൻ മാറ്റി പറയാൻ തയ്യാറല്ല. അള്ളാഹുവിന്റെ റസൂല് പ്രവാചകനാണ്. അപ്പൊ ഞാനോ എന്ന് ചോദിച്ചപ്പം അദ്ദേഹം കേൾക്കാത്ത രൂപത്തിൽ ഞാൻ കേട്ടില്ല. എന്താ, ഞാൻ പ്രവാചകനാണ്, അള്ളാഹുവിന്റെ റസൂലാണെന്ന് പറയുവോ എന്ന് ചോദിച്ചപ്പം ഹബീബ് ബിൻ സയ്യിദ് അൽ അൻസാരി റഹ്മത്തുള്ളാഹി പറയാണ്, എന്താ പറഞ്ഞു, ഒരു
പ്രവാചകനാണ് എന്ന് പറയുന്ന ആ വാക്ക് പോലും കേൾക്കാൻ, അത് കേൾക്കാൻ പോലും സന്നദ്ധനായിരുന്നില്ല സയ്യിദ് റളിയല്ലാഹു അൻഹു, ഹബീബ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇങ്ങോട്ട് മുസൈലിമ ആകെ പ്രയാസപ്പെട്ടു. അത് ആ കളിയാക്കൽ കണ്ടപ്പോ മുസൈലിമക്ക് ആകെ ചൂടാവാൻ തുടങ്ങി. തന്റെ ജീവന് ഭീഷണിയാണ് എന്നറിഞ്ഞിട്ട് പോലും ഹബീബ് ബിൻ സയ്യിദ് റഹ്മത്തുള്ളാഹി പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ ദൂതനാണ് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. മറ്റത് പറയാൻ പോലും ഞാൻ സന്നദ്ധനായില്ല. ഇനി അതിന്റെ പേരിൽ എന്നെ വധിച്ചു കളയണം, അല്ല എനിക്ക് പരിക്കേൽപ്പിക്കണം എന്നാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ അതെനിക്കൊരു പ്രശ്നമല്ല. പ്രവാചകനെ, അള്ളാഹുവിന്റെ റസൂലിനെ അത്രയേറെ ഇഷ്ടപ്പെടുകയും അള്ളാഹുവിന്റെ റസൂല് എന്താണോ പറഞ്ഞത് അത് അങ്ങനെ തന്നെ ഉൾക്കൊള്ളുകയും ചെയ്ത ആളുകളായിരുന്നു റസൂലിന്റെ കൂടെ ഉണ്ടായിരുന്ന സഹാബത്ത്. അവർ തങ്ങളുടെ ഹോമിക്കപ്പെടും, അല്ലെ തങ്ങളുടെ ജീവിതം അവസാനിക്കും എന്ന് വരുന്ന സാഹചര്യത്തിൽ വരെ പ്രവാചകനെ ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടിയും അവർക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലിനെ നമ്മൾ പൂർണ്ണമായി അംഗീകരിക്കണം എന്ന് വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും നമ്മോട് ആവശ്യപ്പെടുന്നത്. നിങ്ങൾ മുഅ്മിനുകളാണോ, റസൂലിനെ പൂർണ്ണമായി അനുസരിക്കണം. അത്തിയുല്ലാഹ വ റസൂലഹു ഇൻ കുൻതും മുഅ്മിനീൻ. മുഅ്മിനീങ്ങളാണെങ്കിൽ, നിങ്ങൾ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത്തിയുല്ലാഹ വ റസൂല, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം. ആ അനുസരണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിഷമം അല്ലെങ്കിൽ നമുക്കൊരു ഇഖ്തിയാർ, ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തെരഞ്ഞെടുത്ത ഒരു സംഗതി, അത് ഞാൻ തെരഞ്ഞെടുക്കുമ്പോ അതെനിക്കിപ്പോ വേണോ, അതല്ല അത് ഞാൻ തെരഞ്ഞെടുക്കുന്നിടത്ത് എനിക്ക് ഒരു പ്രയാസം ഉണ്ടാകുന്ന അവസ്ഥയുണ്ടോ? ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ എന്താണോ പറഞ്ഞത് അതങ്ങനെ തന്നെ സ്വീകരിക്കുക, അതങ്ങനെ തന്നെ സ്വീകരിക്കണം. നോക്കൂ, സൈനബ് റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ ഒരു തറവാടിയാണ്. അവരെ കൊണ്ടാണ് സെയ്ദ് എന്ന് പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദത്തുപുത്രനായ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നത്. ആരെ കഴിപ്പിക്കുന്നത്? പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബ ബിൻത് ജഹ്ഷിനെ കൊണ്ടാണ് സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ വിവാഹം കഴിക്കുന്നത്. ആ വിവാഹത്തിൽ സൈനബക്ക് താല്പര്യം ഉണ്ടായില്ല. സൈനബ റളിയല്ലാഹു അൻഹയ്ക്ക് താല്പര്യം, കാരണം ഞാൻ ഉയർന്ന ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണാണ്. സെയ്ദ് എന്ന് പറയുന്നത് അടിമയാണ്. അടിമയായ ഒരാളും ഞാനും തമ്മിലുള്ള വിവാഹം, അത് സാമൂഹികമായ പശ്ചാത്തലങ്ങളൊക്കെ നോക്കുമ്പോ, ആ വീടും ഒക്കെ നോക്കുമ്പോ അത്ര കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ആ ഒരു ചെറിയ വിഷമം സൈനബ് റളിയല്ലാഹു അൻഹയുടെ ആ മനസ്സിൽ ഉണ്ടായപ്പോ അള്ളാഹു ആയത്തിറക്കി. എന്താ ആയത്ത്? വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു മുഅ്മിനോ ഒരു മുഅ്മിനത്തോ ആകുകയില്ല, ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ, അല്ലാഹും റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ, അയ്യകൂന ലഹുമുൽ ഖൈറാ മിൻ അംരിഹിം, അവരുടെ കാര്യത്തിൽ അവർക്ക് ഒരു ഖൈറത്ത്, ഒരു തെരഞ്ഞെടുക്കാനുള്ള എന്തെങ്കിലും ഒരു ന്യായം പറയാനുള്ള സംഗതി അവർക്കുണ്ടായി കഴിഞ്ഞാൽ അവരാരുടെയും വിശ്വാസം പൂർണ്ണമാകുന്നില്ല, മുഅ്മിനാകുന്നില്ല, മുഅ്മിനത്താകുന്നില്ല. എപ്പോ അല്ലാഹു റസൂൽ ഒരു കാര്യം തീരുമാനിച്ചു, അതില് നമുക്ക് ചെറിയൊരു വിഷമം, അതല്ല നബിയെ തെരഞ്ഞെടുക്കേണ്ടത്, ഇതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ മുഅ്മിനായില്ല. വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലം മുബീനാ. ആരെങ്കിലും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ധിക്കരിക്കുന്ന പക്ഷം അവരെന്താണ്? ളല്ല ളലാലം മുബീനാ, അവർ വ്യക്തമായ വഴികേടിലാണ്. ചെറിയ ഒരു വിഷമോ, നബിയെ
നമ്മൾ ആ ഒരു സ്റ്റാറ്റസ് ഒക്കൂലല്ലോ എന്ന് തോന്നിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് പിന്മാറാൻ നോക്കിയപ്പോ ആയത്തിറങ്ങാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരങ്ങളെ. അപ്പോ അള്ളാഹ് റസൂൽ പറഞ്ഞെടുത്ത് നമുക്കൊരു വേറെ ചോയ്സ് ഇല്ല. ഇനി എന്തെങ്കിലും മാനസികമായ വിഷമം തോന്നിയിട്ട് ഒരു സംശയം തോന്നുന്ന ഒരു രംഗണ്ടാൻ പറ്റുമോ? ഇല്ല. റസൂല് പറഞ്ഞൊരു സംശയം റസൂല് അങ്ങനെ പറയൂ എന്ന് പറഞ്ഞ് നമുക്ക് വല്ല സംശയം ഉണ്ടായി കഴിഞ്ഞാലോ? അതും പാടില്ല. റസൂല് പറഞ്ഞൊരു സംശയം നോക്കി. മഹാനായ അബ്ദുല്ലാഹിബ്നു സുബൈർ റഹ്മത്തുള്ളാഹിക്ക് വേണ്ടി പ്രവാചകൻ ഒരു വിധി വിധിക്കാൻ. എന്താണ്? മദീനത്ത് കൃഷി നടത്തുന്ന സമയത്തും ആ കൃഷിയുടെ വെള്ളം ഉപയോഗിക്കുന്നതുമായ ഒരു തർക്കമുണ്ടായി. അവിടെ കൃഷി ഈന്തപ്പനയുടെ തോട്ടത്തിൽ ആ തോട്ടത്തിൽ വരുന്ന വെള്ളം ആ വെള്ളം തിരിച്ചു വിടുന്നതുമായ ഒരു പ്രശ്നം ഉണ്ടായ സന്ദർഭത്തിൽ ആദ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഈ വിഷയം എത്തിയപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, വെള്ളം ആദ്യം വരുന്നത് സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടത്തിലേക്കാക്കാം, പിന്നീട് ആ വെള്ളത്തിന്റെ ചാല് അയൽവാസിയായ ആ ഒരു സഹോദരന്റെ സ്ഥലത്തേക്ക് ഒഴിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോ ഇത് ആ അയൽവാസിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആദ്യം സുബൈറിന്റെ അവിടെ വന്നിട്ട് പിന്നെ ഇങ്ങോട്ട് എന്ന് പറഞ്ഞത് ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു ചോദ്യം, എന്താ? ഈ സുബൈർ എന്ന് പറയുന്ന ആള് നിങ്ങളുടെ കുടുംബക്കാരനായത് കൊണ്ടാണോ നബിയെ നിങ്ങൾ ഇങ്ങനെ ഒരു വിധി വിധിച്ചത്? ഓക്കെ, ആ വിധിയിൽ ഒരു സംശയം, വിധിയിൽ ഒരു സംശയം. ആ സന്ദർഭത്തിൽ ആയത്തിറക്കാണ്, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത വയുസല്ലിമൂ തസ്ലീമാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിന്റെ റസൂൽ ഒരു വിധി വിധിച്ചു. ആ വിധിയിൽ നമുക്ക് ഇങ്ങനെ തോന്നുന്ന പ്രത്യക്ഷത്തിൽ തോന്നുമ്പോ നമുക്ക് പല സംശയങ്ങളും തോന്നും. ആ സംശയത്തിനൊന്നും അവിടെ വകുപ്പില്ല. അള്ളാഹുവിന്റെ റസൂലാണോ വിധിച്ചത്, അതങ്ങനെ തന്നെ ഉൾക്കൊള്ളണം. അതാ ആയത്തരങ്ങാണ്, അല്ലാഹുവാണ് സത്യം, ലാ യുഅ്മിനൂന വിശ്വാസിയാവുകയില്ല, ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാര്യത്തിൽ അല്ലാഹുവിന്റെ റസൂൽ വിധിച്ചു കഴിഞ്ഞാൽ സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജ പിന്നെ അതിന്റെ പേരിൽ അവർക്കിടയിൽ ഒരു പ്രയാസം ഉണ്ടാവാൻ പാടില്ല. മിമ്മാ ഖളൈത നീ വിധിച്ച എന്താണോ ആ വിധിയല്ലാതെ മറ്റൊരു പ്രയാസം അതിന്റെ പേരിൽ ഒരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല. വയുസല്ലിമൂ തസ്ലീമാ അതിൽ പൂർണ്ണമായി കീഴടങ്ങണം. അവരെന്ത് ചെയ്യണം? അല്ലാഹുവിന്റെ റസൂൽ എന്താണ് പറഞ്ഞത് അതങ്ങനെ തന്നെ കേൾക്കണം. അപ്പൊ റസൂൽ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദീനിയായ ഒരു കാര്യം പ്രവാചകൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നമ്മൾ ഒരു എക്കച്ചക്ക ഉണ്ടാവരുത്. പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഏതൊരു കാര്യവും റസൂൽ വിധിക്കുന്ന സമയത്ത് വഹി ഇറങ്ങാൻ കാത്തുക്കും. ആ വഹി ഇറങ്ങിയതിന്റെ അടിസ്ഥാനത്തിലാണ് റസൂൽ പലതും പറയാറുള്ളത്. അപ്പൊ അത് അങ്ങനെ തന്നെ ഉൾക്കൊള്ളാൻ സഹാബത്തിനെ പ്രവാചകൻ പഠിപ്പിക്കാൻ, വിശുദ്ധ ഖുർആന്റെ ആയത്തിറങ്ങി പഠിപ്പിക്കാൻ. നോക്കൂ, ഈ ബദർ യുദ്ധത്തിൽ ഗനീമത്ത് സ്വത്ത് ഒന്നായിട്ട് കിട്ടി. ഗനീമത്ത് സ്വത്ത് ധാരാളമായി കിട്ടിയപ്പോ പലർക്കും പല അഭിപ്രായം. ചില ആളുകൾ പറഞ്ഞു, ശത്രുക്കളോട് നേരിട്ട് പോരാടി ഞങ്ങളാ, അതുകൊണ്ട് ഞങ്ങൾ കുറച്ചധികം വിഹിതം വേണം. മറ്റു ചില ആളുകൾ പറഞ്ഞാൽ ഞങ്ങൾ നബി ബദറിന്റെ ആ രണാങ്കണ ഭൂമിയിൽ പ്രവാചകനെ സംരക്ഷിച്ചത്, ശത്രുക്കളുടെ അക്രമത്തിൽ നിന്ന് പ്രവാചകനെ സംരക്ഷിച്ച് ഞങ്ങളാ, അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം വേണം. ചില ആളുകൾ പറഞ്ഞു, ശത്രുക്കളെ പിന്തുടർന്ന് അവരെ അവസാനം വരെ തുരുത്തിയത് ഞങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങൾക്കാണ് അധികം വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ തുടങ്ങി. അള്ളാഹു ആയത്തിറക്കില്ലേ എന്താ ആയത്ത്? യസ്അലൂനക അനിൽ അംഫാൽ. അംഫാലിന്റെ സൂറത്ത് തുടങ്ങാണ്. അംഫാൽ ഈ യുദ്ധ മുതലിനെ സംബന്ധിച്ച് അവർ നിന്നോട് ചോദിക്കുന്നുണ്ട്. ഖുലിൽ അംഫാലു ലില്ലാഹി വർ റസൂൽ. ആ യുദ്ധ മുതലുകൾ അല്ലാഹുവിനും റസൂലിനും ഉള്ളതാണ്. വത്തഖുല്ലാഹ് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഅസ്ലിഹു ദാത ബൈനിക്കും നിങ്ങൾക്കിടയിൽ നിങ്ങൾ ഏറ്റവും നല്ല സുലഹ് ഉണ്ടാക്കണം, രഞ്ജിപ്പ് ഉണ്ടാക്കണം. വഅതീഉല്ലാഹ വറസൂലഹു അല്ലാഹും അവന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം. അപ്പോൾ വിശ്വാസികളാണെങ്കിൽ അവിടെ അല്ലാഹു റസൂലിനെ എന്താണ് തീരുമാനിക്കുന്നത് അതെടുത്താൽ മതി.
അതിന് ഞാനാണ് മുന്തിയ, അതുകൊണ്ട് എനിക്ക് അധികം വേണ്ട. റസൂൽ എന്താണ് തീരുമാനിക്കാൻ പോണത് അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാകണം എന്ന് പ്രവാചകന്റെ സഹാബത്തിനെ പഠിപ്പിക്കാൻ ഞാൻ ഇത്രയും പറഞ്ഞിട്ട്. നമ്മൾ പലപ്പോഴും റസൂലിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു സുന്നത്തല്ലേ, അത് വേണോ, അത് സുന്നത്ത് എന്നും ഒരു മട്ടിൽ ഒഴിവാക്കുന്നു. ഏതൊരു വിഷയത്തിലും റസൂല് പറഞ്ഞോ അവിടെ നിൽക്കുക. കാരണം എന്താ, റസൂല് നമ്മളെ പഠിപ്പിച്ചു തന്നത് ദീനാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മുസ്ലിം എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് കാണിച്ചു തന്നത്, ഒരു മുസ്ലിമത്ത് എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് കാണിച്ചു തന്നത് അള്ളാഹുവിന്റെ റസൂലാണ്. ആ റസൂല് പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്. അവിടെ ഉള്ളിലൊന്ന് വെച്ച് പുറത്തിങ്ങനെ അഭിനയിക്കുക അതും പാടില്ല. ഇസ്ലാമിന് അങ്ങനെയല്ല. ഇസ്ലാമിന് അങ്ങനെയുള്ള ആളുകളെ പറ്റി പറഞ്ഞത് കാപട്യമുള്ള ആളുകളാ. മദീനയിൽ അങ്ങനെ ചില ആൾക്കാരുണ്ട്, റസൂലിന്റെ കൂടെ അങ്ങനെ ഉണ്ടാവും. റസൂലിന്റെ കൂടെ നബിനെ അനുസരിക്കും എന്ന് പറഞ്ഞിട്ട് എന്നാൽ ഉള്ളിൽ പല നിലക്കുള്ള കാര്യങ്ങളുമായി നടക്കുന്ന ആളുകൾ. അവരോട് പറഞ്ഞു, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കംപ്ലീറ്റ് ബാത്തിലാവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക എന്ന് പറഞ്ഞ് റസൂലിന്റെ മദീനത്തെ പള്ളിയിലെ ആൾക്കാർ അവർ പുറത്തിറങ്ങിയാലോ റസൂലിന് പാര. അപ്പൊ അങ്ങനെ റസൂലിനെ പറ്റിക്കുന്ന ചില ആളുകളുണ്ടാവും. നമ്മൾ ആലോചിച്ച് നോക്കുക, ഇസ്ലാമിനെ പറ്റിക്കാൻ നമുക്കും കഴിയും, നമുക്കേ കഴിയൂ. ആ പറ്റിക്കൽ അള്ളാഹുവിനെ റസൂലിനെ അല്ല. റസൂലിനെയും അള്ളാഹുവിനെയും നിങ്ങൾക്ക് വഞ്ചിക്കാൻ കഴിയില്ല. പിന്നെ ആരാ വഞ്ചിക്കാൻ കഴിയുക? അവർ അവരെ തന്നെയാണ് വഞ്ചിക്കുക. പലപ്പോഴും നമ്മൾ ഈ കപട വിശ്വാസികൾ വിചാരിച്ചെന്താണ്, അവർ വിചാരിച്ച റസൂലിനെ പറ്റിച്ച്. എന്നിട്ട് മദീനത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വപ്നം നിന്ന് പ്രവാചകന്റെ അടുത്ത് നിന്ന് പലതും കേട്ട് അവിടെ നടക്കുന്ന സംസാരമൊക്കെ അപ്പുറത്ത് ചോർത്തിക്കൊടുത്ത് അങ്ങനെ കാപ്പറ്റ്യം കളിച്ച ആളുകളുണ്ട്. അവർ വിചാരിച്ചെന്താ, ഞങ്ങൾ ജയിച്ചെന്നാ. പക്ഷെ അള്ളാഹു പറയാനും അവര് യഥാർത്ഥത്തിൽ വഞ്ചിക്കുന്നത് അവരെ തന്നെയാണ്. ഒരിക്കലും പ്രവാചകനെ എതിരെ പ്രവർത്തിക്കാൻ പാടില്ല ഒരു മുഅ്മിനിന്. അങ്ങനെ പ്രവർത്തിച്ച ആളുകളോട് അല്ലാഹു പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല വലാ തുബ്തിലൂ അഅമാലകും. മദീനത്തുള്ള ഈ ആളുകളോട് പറയാണ്, വിശ്വാസികളെ, നിങ്ങളുടെ കൂട്ടത്തിൽ പല ആളുകളും വിശ്വാസികളാണെന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. എന്നാൽ വിശ്വാസികളാകണമെങ്കിൽ റസൂലിനെയും അള്ളാഹുവിനെയും റസൂലിനെയും കൃത്യമായി അനുസരിക്കണം. വലാ തുബ്തിലൂ അഅമാലകും, നിങ്ങളുടെ അമലുകൾ നിങ്ങൾ ബാത്തിലാക്കി കളയരുത്. ഈ കാപ്പട്ടി നടിച്ചുകൊണ്ട് നിങ്ങൾ ബാത്തിലാക്കി കളയരുത്. അപ്പോ റസൂൽ എന്ന് പറഞ്ഞാൽ, അള്ളാഹ് റസൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതപ്പടി അനുസരിക്കാം. അപ്പൊ ഇപ്പൊ ഇക്കാലഘട്ടത്തിൽ പല യുവാക്കളായ അല്ലെ ജൻസിയിൽപ്പെട്ട ആളുകൾക്കൊക്കെ പെട്ടെന്ന് റസൂല് പറഞ്ഞത് അങ്ങനെ അങ്ങ് ഉൾക്കൊള്ളാൻ അത് അപ്പൊ വേണോ എന്നൊക്കെ ചിന്തിക്കുന്ന പുതിയ തലമുറ ഉണ്ട്. ഇപ്പൊ വസ്ത്രത്തിന്റെ കാര്യത്തിൽ, മുടിയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിത ശൈലിയിൽ ഒക്കെ പ്രവാചകന്റെ മാതൃക പിൻപറ്റണം എന്ന് പറയുമ്പോൾ ഇക്കാലഘട്ടത്തിൽ എങ്ങനെ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ മനസ്സിലാക്കണം, അള്ളാന്റെ റസൂല് ആ സഹാബത്തിനോട് അവര് ചെയ്യുന്ന അവരുടെ സാമ്പ്രദായികമായി അവർ ചെയ്ത സംഗതികൾ വരെ ഇസ്ലാം ഇതാ പറഞ്ഞത് എന്ന് പറയുമ്പോ അവർ ചെയ്തത് ആ നിമിഷം അവർ മാറ്റാണ്. ഓക്കെ, പ്രവാചകന്റെ അടുത്ത് മദീനയിലെ പെണ്ണുങ്ങള് അവര് ആയിഷ റളിയല്ലാഹു പറയാണ്, ലമ്മാ നസലത് ഹാദിഹിൽ ആയ, ഏതായ വൽയദ്രിബിന ബിഹുംരിഹിന്ന അലാ ജുയൂബിഹിന്ന, അവരുടെ മുഖമക്കൈകൾ അവരുടെ മാറുകത്തേക്ക് താഴ്ത്തിയിടട്ടെ എന്ന ആയത്തിറങ്ങിയപ്പോ ഇപ്പൊ വേണം, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പോരെ, ഈ പരിപാടി കഴിഞ്ഞിട്ട് പോരെ, ഈ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് പോരെ എന്ന് അവർ ആലോചിച്ചില്ല. ആയിഷ പറയാണ്, അഹദിന ഉസൂറഹുന്ന ഫശഖഖനഹാ മിൻ ഖബലിൽ ഹവാശി ഫഖ്തമർനഹാ ബിഹാ. അവരുടെ അടുത്തുള്ള വസ്ത്രത്തിന്റെ എടുത്തിട്ട് അതിന്റെ അരികുകൾ കീറിയിട്ട് അതുകൊണ്ട് അവർ തലയും അവരുടെ മാറടവും മറച്ചു. അപ്പൊ ആയത്തിറങ്ങിയപ്പന്നെ അതിപ്പോ വേണം. ഇപ്പൊ നമ്മൾ ഇതുവരെ വന്ന ഒരു ശൈലി ഉണ്ടല്ലോ, ഇതുവരെ വന്ന ഒരു രീതി ഉണ്ടല്ലോ, അതിന് പെട്ടെന്ന് മാറാം. ആ വേഷങ്ങളെ ഇസ്ലാമിക ആക്കുക, അത് ഇപ്പോ ആവോ കുറച്ച് കഴിഞ്ഞിട്ട് പോരെ
എന്ന് അവർ വിചാരിച്ചില്ല. ആയിഷ റളിയല്ലാഹു പറയാണ്, ഈ ആയത്ത് കേട്ട ഉടൻ തന്നെ അവരുടെ വസ്ത്രത്തിന്റെ അടിഭാഗത്തുള്ള അവരുടെ ആ ഭാഗം അവർ കീറുകയാണ്. കീറിയിട്ട് രണ്ടും തുന്നിയിട്ട് അവർ തലയും അവരുടെ മാറിടവും മറക്കുന്ന അവസ്ഥയിലേക്ക് അവര് വസ്ത്രത്തെ ക്രമീകരിക്കുകയാണ്. ഒരു കൽപ്പന വന്ന ഉടനെ ഇതുവരെ ചെയ്തത് അത് മാറുക. അതിന്റെ വേറൊരു വശം ആലോചിച്ചിട്ട് ഇപ്പൊ എങ്ങനെയാണ് അത് മാറ്റാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുള്ള ചർച്ചയെ അവിടെ അല്ല. നോക്കി, മദ്യം വിരോധിച്ചപ്പോ അങ്ങനെ തന്നെയല്ലേ? മദ്യം ഒഴിവാക്കാൻ പറഞ്ഞപ്പോ അനസ് ബിൻ മാലിക് റളിയല്ലാഹു പറയാണ്, ഞാൻ കുന്തു സാഖിൽ ഖൗമി ഫീ ബൈത്തി അബൂ തൽഹ, അബൂ തൽഹയുടെ വീട്ടില് ആളുകൾക്ക് കള്ള് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ ഞാൻ. വഖാന ഹംറുഹും യൗമഇദിൻ ഫളീ, അന്നത്തെ കള്ളാണെങ്കിലോ ഫളീഹാൻ, ഏറ്റവും അടിപൊളി കള്ളാണ്. ഫഅമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുനാദി യുനാദി, അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പന പ്രകാരം ഒരാൾ വിളിച്ചു പറയുകയാണ്, അലാ ഇന്നൽ ഖംറ ഖദ് ഹുർരിമത്, കള്ളെല്ലാം ഹറാമാക്കിയെന്ന്. ഫഖാല, അപ്പ അബൂ തൽഹ, അബ്കാരി മുതലാളിയായ അബൂ തൽഹ പറയാണ്, ഖാല ലി അബൂ തൽഹ, അബൂ തൽഹ എന്നോട് പറഞ്ഞു, ഉഖ്റുജ് ഫഅഖ്രിഖഹാ, അത് ഒഴിവാക്ക്, ഞാനിതാ അത് ഒഴിച്ചു കളയുന്നു. ഫഅഹ്റഖ്തുഹാ, അദ്ദേഹത്തോട് പറഞ്ഞു, ആ വീപ്പ മുഴുവൻ എടുത്ത് ഒഴിവാക്ക്, ഞാനിതാ ഒഴിവാക്കുന്നു. ഒരൊറ്റ കൽപ്പന വരുമ്പോ അവിടെ നബി പറഞ്ഞത് ഇന്ന് കഴിയട്ടെ, അല്ല നാളെ കഴിയട്ടെ, ഇതായിട്ട് വിറ്റ് തീർക്കട്ടെ, ഇല്ല, നബി പറഞ്ഞോ എങ്കിൽ അങ്ങനെ സ്വീകരിക്കാൻ അവർ സന്നദ്ധരായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമുക്ക് നൽകുന്നത് എന്താ? നമുക്ക് നൽകുന്ന സന്ദേശം എന്താ? അള്ളാഹും റസൂലും ദീനിന്റെ ഒരു കാര്യം പറഞ്ഞാൽ അവിടെ നമ്മൾ ഇന്ന് നമ്മുടെ ലോജിക്ക് ആലോചിച്ച് നമ്മുടെ സമയം നോക്കി നമ്മുടെ എല്ലാം നോക്കി അങ്ങനെ ക്രമപ്പെടുത്തേണ്ട ഒന്നല്ല. കാരണം ഇത് പരീക്ഷണാലയ. ഈ പരീക്ഷണത്തിൽ അള്ളാഹും റസൂലും കൽപ്പിച്ചത് ചെയ്യാൻ നിനക്ക് കഴിയോ? അതാ നോക്കണേ. അതുകൊണ്ടാണ് വിശ്വാസികളുടെ വാക്കായി പറഞ്ഞത്, ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി, ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളുടെ വാക്കാകുന്നു, ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി, അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും വിളിക്കപ്പെട്ടാൽ, ലിയഹ്കുമ ബൈനഹും, അവർക്കിടയിൽ വിധിക്കപ്പെട്ടാൽ, അയ്യഖൂലു, അവർ പറയും, സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു അനുസരിച്ചു. നമുക്ക് വേണ്ട നിലപാട്, നമ്മളെ നിലപാട് ഇതാണ്. മുഅ്മിന്റെ നിലപാട്. മുഅ്മിനിന്റെ നിലപാടായിട്ട് സൂറത്ത് നൂർ പറയാണ്, ഖൗലൽ മുഅ്മിനീന, മുഅ്മിനിന്റെ വാക്കെന്താ? അല്ലാഹു റസൂൽ ഒരു കാര്യത്തിൽ വിധിച്ചു കഴിഞ്ഞാൽ, സമിഅനാ, ഞങ്ങൾ കേട്ടു നബിയേ, വഅതഅനാ, ഞങ്ങൾ അനുസരിച്ചു. എന്നാൽ എന്താ മെച്ചെന്താ? എന്താ വെച്ചോ? നമ്മളിങ്ങനെ വിചാരിക്കും, അതിപ്പോ സ്വീകരിച്ചാൽ, അതിപ്പോ എടുത്താൽ, നബി പറഞ്ഞ ഇതേ രൂപത്തിൽ നമ്മൾ ജീവിച്ചാൽ, നബി പറഞ്ഞ ഇതേ രൂപത്തിൽ നമ്മളിപ്പോ കച്ചവടത്തിലൊന്നും മായം ചേർക്കാതെ, അതിൽ കൊള്ളലാഭം വാങ്ങാതെ, അല്ലെങ്കിൽ അതിൽ ചതിയും വഞ്ചനയൊക്കെ നടത്താതെ ഇരുന്നാൽ ഇത് പൂട്ടിപ്പോകല്ലോ, ഇത് നശിച്ചുവല്ലോ എന്ന് നമ്മളെ തോന്നും. പക്ഷെ അള്ളാഹ് പറയാ, നിങ്ങൾ അങ്ങനെ നബി പറഞ്ഞപ്പോൾ ചെയ്തു നോക്കി. നിങ്ങൾ നബി പറഞ്ഞതുപോലെ ചതിയില്ലാതെ വഞ്ചനല്ലാതെ ഒന്നും അല്ലാഹും റസൂലും പറഞ്ഞതുപോലെ ചെയ്യും. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അങ്ങനത്തെ ആളുകൾക്കാണ് വിജയം. ആരാ പറഞ്ഞു? റബ്ബ് പറഞ്ഞു. എങ്ങനെ വിജയം ഉണ്ടാകുന്നത് എങ്ങനെ എന്ന് റബ്ബ് പറഞ്ഞത് ഇങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വീകരിക്കേണ്ട ഏതാണ്? അല്ലാഹും റസൂലും പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സ്വീകരിക്കുന്ന ആളുകളിൽ നമ്മെ എല്ലാം അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഓസിക്കും സാനിയം ബിതഖ്വല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, അഥവാ വസിയത്ത് ചെയ്യാൻ. ഇപ്പൊ ഈ അടുത്ത് ഇറങ്ങിയ ഒരു പത്രത്തിലെ ഹെഡിങ് ഇങ്ങനെയാണ്. അതില് രോഗം പെയ്ത് തുടങ്ങി, മഴ പെയ്തപ്പോ ധാരാളം ആളുകൾക്ക് രോഗം ഉണ്ടായപ്പോ ആളുകൾ പറഞ്ഞെന്താണ്? രോഗം പെയ്ത് ഇറങ്ങിയതാണ്. ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ ഒരു രോഗത്തിന്റെ കാരണമായിട്ട് ഇറക്കുന്നില്ല.
അള്ളാഹു പറഞ്ഞത് ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് ശുദ്ധമായ വെള്ളം അള്ളാഹു ഇറക്കിയതാണ്. അപ്പോ നമ്മള് മനസ്സിലാക്കേണ്ട ഒരു സംഗതി, മഴ വരുമ്പോഴേക്കും രോഗങ്ങൾ എങ്ങനെയാ പിന്നെ വരുന്നത്? 6 മാസം മഴ പെയ്യാതിരുന്നാൽ വളർച്ചയും 6 മാസം തുടർച്ചയായി പെയ്താൽ വെള്ളക്കെട്ടും നമ്മുടെ നാട്ടിൽ ഉണ്ടാകണ എങ്ങനെയാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾക്ക് അനുഗ്രഹമായിട്ടാണ് ഈ മഴ ഇറക്കിയത്. ഇങ്ങനെ പറഞ്ഞ ഈ മഴവെള്ളം നമുക്ക് ഒരു ഉപദ്രവമായി മാറുന്നുവെങ്കിൽ എവിടാണ് തകരാറ്? നമ്മുടെ ഭാഗത്താണ്. നമ്മള് മനുഷ്യര് അനിയന്ത്രിതമായ കൈകടത്തലുകൾ നടത്തിയപ്പോഴാണ് പ്രിയപ്പെട്ടവരെ നിഅമത്തായി ഇറക്കിയ, ബറക്കത്തായി ഇറക്കിയ കാര്യങ്ങൾ വരെ നമുക്ക് ഇടങ്ങാറായി വരുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ മഴക്കാലത്ത് മഴക്കാലത്ത് എന്നല്ല, ഇസ്ലാം ഒരു മുഅ്മിനോട് പറഞ്ഞത് ശുചിത്വം, വൃത്തി, അത് വളരെ പ്രാധാന്യം നൽകിയ ഒരു മതമാണ്. സഹോദരിമാരെ, സഹോദരികളെ, വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് വൃത്തിയെ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസിയുടെ ഒരു ക്വാളിറ്റി എന്ന നിലക്കാണ് ആ വിശ്വാസിയെ കാണുന്ന സന്ദർഭത്തിൽ അവന്റെ ക്വാളിറ്റിയാണ് എന്ത്? ശുദ്ധി. അതുകൊണ്ടല്ലേ ആദ്യം കനപ്പെട്ട വഹയിന്റെ ആയത്തുകൾ ഇറങ്ങുമ്പോ ഇറങ്ങി പ്രവാചകൻ ഇങ്ങനെ വിറച്ചു പോയ ആ സന്ദർഭം, പുതച്ചു കിടക്കുന്ന പ്രവാചകനെ പിന്നെ രണ്ടാമത് ഇറങ്ങുന്ന ആയത്തേതാ? യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ. വസ്ത്രം വൃത്തിയാക്കി. ഇത് മുഅ്മിനാണോ? മുഅ്മിനായി എഴുന്നേറ്റ് നിൽക്കുമ്പോ നിന്റെ വിശ്വാസ രംഗം ഉള്ളൊക്കെ ശുദ്ധാകണം. അതേപോലെ നിന്റെ വസ്ത്രവും നിന്റെ പരിസരവും ശുദ്ധമാകണം എന്ന് പഠിപ്പിച്ച മതത്തിന്റെ അനുയായികളാണ്. മാത്രമല്ല അല്ലാഹു തന്നെ പറഞ്ഞില്ലേ, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. അല്ലാഹു ഇഷ്ടപ്പെടുന്നത് തൗബ ചെയ്യുന്നവരെയും വൃത്തിയുള്ളവരെയാണ്. അപ്പൊ രണ്ട് നിലക്കും നമ്മുടെ മാനസികവും ശാരീരികവുമായ വൃത്തിയെ അത്രയേറെ പ്രാധാന്യത്തോടു കൂടി ഇസ്ലാം കാണുന്നുണ്ട്. ആരാധനകൾക്ക് വരുമ്പോ കുളിച്ചു വരണം. ആ കുളിച്ചു വന്ന നമ്മളോട് പിന്നെ കുളിച്ചാൽ പള്ളിക്കാർ നിസ്കരിച്ചാൽ മതി ഇല്ല, കുളിച്ചു വന്നാലും വുദു എടുക്കുക. അങ്ങനെ പരമാവധി നമ്മളെ വുദു എടുക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് അഴുക്കുകൾ പോകുന്നതോടൊപ്പം നമ്മുടെ മാനസികമായ പല അഴുക്കുകളും പോവാണ്. നമുക്ക് ഇങ്ങനെ മനസ്സിനെയും ശരീരത്തെയും പൂർണ്ണമായി ശുദ്ധീകരിച്ചിട്ടാണ് ഇബാദത്തുകളിലേക്ക് വരെ ഒരു മുഅ്മിനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്നത്. ഇദാ യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലൂ വുജൂഅക്കും. നിങ്ങൾ വുദു എടുക്കണം, കുളിക്കണം എന്നൊക്കെ നമ്മളോട് പറഞ്ഞത് വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയുമാണ്. മാത്രമല്ല ഇനി നിങ്ങൾ മാത്രം പോരാ, നിങ്ങളുടെ പരിസരവും വൃത്തിയാക്കണം എന്നതാണ് ഇസ്ലാം പറഞ്ഞത്. പക്ഷെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ വൃത്തിയാക്കുക എന്ന് പറഞ്ഞ സംഗതി അത് നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയെ മാറണം. നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. ഒരു മുട്ടായി അത് കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബാക്കി വരുന്ന ആ പ്ലാസ്റ്റിക് എവിടെ ഉപേക്ഷിക്കണം? ബാപ്പ ഇമ്മി പറഞ്ഞു കൊടുക്കണം. അതിന് വേസ്റ്റ് ബിൻ ഉണ്ടെങ്കിൽ അവിടെ. അതാണ് പിന്നെ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ പഠിക്കേണ്ട പാഠം. അതല്ലാതെ നമ്മൾ ഇങ്ങനെ പോകുമ്പോ നമ്മൾ ഉപയോഗിച്ച ആ കവറ് അല്ലെങ്കിൽ നമ്മൾ പിന്നെ പാക്കറ്റുകൾ വാങ്ങിയിട്ട് അതിന് ഭക്ഷണം കഴിച്ചിട്ട് നമ്മുടെ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയാ ഇല്ല. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാനേ പാടില്ല. മക്കൾക്ക് അത് കാണിച്ചെടുക്കണം. എന്നിട്ട് ഓരോ മക്കളെ പഠിപ്പിക്കുക, നിങ്ങൾ പുറത്താണെങ്കിൽ കഴിക്കുന്ന സമയത്ത് ആ കവറുകളെ കിശട്ടോളി, എന്നിട്ട് വീട്ടിലെത്തിയിട്ട് നിങ്ങൾ ഇവിടുത്തെ വേസ്റ്റ് ബിൻ ഇട്ടിട്ട് ആ ഒരു സംസ്കാരം നമ്മൾ പഠിപ്പിച്ചു കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ മിഠായിയുടെ പൊതി അത് കുട്ടി തന്നെ അതിന്റെ ബാക്കി ആ വേസ്റ്റ് എടുത്ത് കീശയിലേക്ക് ഇട്ടുകൊണ്ട് വേസ്റ്റ് ബിന്നിലേക്ക് നിക്ഷേപിക്കുന്ന ഒരവസ്ഥ മാതാപിതാക്കളിലൂടെ ഒരു മുഅ്മിനിന്റെ വീട്ടിൽ നിന്ന് വളരുന്ന വിദ്യാർത്ഥി അല്ലെങ്കിൽ കുട്ടി ആ നിലയ്ക്ക് വരുന്ന ഒരവസ്ഥ ഉണ്ടായാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട് രക്ഷപ്പെടും. നമ്മുടെ നാട് ഇപ്പൊ ഒരുപാട് പകർച്ചവ്യാധികളെ കൊണ്ട് ബുദ്ധിമുട്ടാകണം. പല നിരക്കുള്ള രോഗങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കണം.
നമ്മുടെ അനിയന്ത്രിതമായ ജീവിത ശൈലി കൊണ്ടും പ്രകൃതിയിൽ നമ്മൾ ഏർപ്പെടുന്ന നമ്മുടെ ആഗ്രഹങ്ങൾ, അങ്ങേയറ്റത്തെ ആഗ്രഹങ്ങൾ, എന്താ പറയാ, അതിന് നമുക്ക് വേണമെങ്കിൽ ആക്രാന്തം എന്നൊക്കെ പറയില്ലേ, ആ രൂപത്തിൽ നമ്മൾ കോരിയെടുക്കാൻ നമുക്ക് വേണ്ടി സെൽഫിഷ്നെസ്സിലേക്ക് മടങ്ങിയപ്പോ നമുക്ക് തിരിച്ചടിയായി മാറുന്നതാണ്. അതുകൊണ്ട് വൃത്തിയുടെ കാര്യം സ്വന്തം വീട്ടിൽ നിന്ന് അത് അവനവന്റെ ഉത്തരവാദിത്തമാണ് എന്ന ബോധത്തിലേക്കാണ് വേണ്ടത്. ഹരിതസേന വരും, അവനങ്ങൾ എടുത്തോളല്ലോ, അതൊന്നും അടുത്തേക്കല്ല, അത് എന്റെ റെസ്പോൺസിബിലിറ്റിയാണ് എന്നിടത്തേക്ക് നമ്മുടെ ഓരോരുത്തരെയും കുടുംബാംഗങ്ങളെയും ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊന്ന്, നമ്മൾ മുഹറം മാസത്തിലാണ്. മുഹറം മാസത്തിലെ 9, 10 നോമ്പ് നമുക്കൊക്കെ അറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് വന്നപ്പോഴാണ് ജൂതന്മാരായ ആളുകൾ അവര് നോമ്പ് നോറ്റ സന്ദർഭത്തിൽ പ്രവാചകൻ ചോദിച്ചു, അല്ല നിങ്ങൾ എന്തിനാ ഇപ്പൊ ഒരു നോമ്പ് നോക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും സംഘവും രക്ഷപ്പെട്ട, ഈ ഫിർഔനിൽ നിന്ന് രക്ഷപ്പെട്ട ദിവസമാണ്, അതുകൊണ്ട് ഞങ്ങൾ അതിനെ സ്മരിക്കുന്നത് നോമ്പ് നോറ്റാണെന്ന്. പ്രവാചകൻ പറഞ്ഞു, നഹ്നു അഹഖു ബിമൂസാ മിൻകും, നിങ്ങളെക്കാളും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പിൻപറ്റേണ്ടത് അത് എന്റെ അവകാശമാണ്. അതുകൊണ്ട് ഞാനും നോമ്പ് നോൽക്കുന്നു എന്ന് മാത്രമല്ല, ലഇൻ ബഖൈതു ഇലാ ഖാബിലി ലഅസൂമന്ന അത്താസ, ഇപ്പൊ നിങ്ങൾ മുഹറം 10 നോമ്പ് നോൽക്കുന്നത്, ഞാൻ അടുത്ത വർഷം ഉണ്ടാകുകയാണെങ്കിൽ 9 ഞാൻ നോൽക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ആ ഒരു സംഭവത്തെ എടുത്തുകൊണ്ട് സഹാബികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും 9, 10 നോമ്പ് നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞതായി കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളും ഈ മുഹറം, ഈ വരുന്ന വ്യാഴവും വെള്ളിയും 9, 10 വരുന്ന ഈ ഡേറ്റിൽ നമുക്ക് വേണമെങ്കിൽ നോമ്പ് നോൽക്കാൻ, ഒരു സുന്നത്തായ നോമ്പാണെങ്കിലും അതിന്റെ പ്രതിഫലം സിയാമു യൗമു ആശുറ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനത അല്ലതി ഖബലഹു. ഒരാള് ആശുറ ദിവസത്തെ നോമ്പ് നോറ്റി കഴിഞ്ഞാൽ ഒരു വർഷത്തെ ചെറിയ പാപങ്ങൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കപ്പെടും എന്നാണ്. അപ്പോ ഒരു വർഷത്തെ ചെറിയ പാപങ്ങൾ, നമ്മൾ ഒരുപാട് പാപം ചെയ്തുകൊണ്ട് ആളുകളാണ്. അപ്പൊ ആ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ നമുക്ക് അല്ലാഹു നൽകുന്ന ഒരു ഓഫറാണ്. കഴിയുന്ന ആളുകളൊക്കെ അത്തരം ഓഫറുകൾ എടുക്കാനും അത് നോൽക്കാനും വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഒരുപാട് പ്രയാസങ്ങൾ, രോഗങ്ങളൊക്കെ ഉണ്ട്. അല്ലാഹുവേ, എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെല്ലാം നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് സഹോദരിമാർ, സഹോദരങ്ങൾ, ഇപ്പോഴുള്ള നമ്മുടെ ഒരുപാട് പനി അതുപോലെയുള്ള രോഗങ്ങളിൽ അകപ്പെട്ട ആളുകളുണ്ട്. റഹ്മാനായ നാഥ, റഹീമായ നാഥ, ഗഫൂറായ നാഥ, ഞങ്ങളുടെ എല്ലാവരുടെയും രോഗങ്ങളെ നീ മാറ്റി ശിഫ നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളിലൂടെ, ഭാര്യമാരിലൂടെ, ഭർത്താക്കന്മാരിലൂടെ, കൂട്ടുകുടുംബാംഗങ്ങളിലൂടെ, ആദർശ ബന്ധുക്കളിലൂടെ എല്ലാം ഞങ്ങൾക്ക് നീ കൺകുളിമ വർഷിപ്പിച്ച് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കച്ചവടത്തിൽ, ബിസിനസ്സിൽ, ഞങ്ങളുടെ ഏർപ്പാടുകളിൽ എല്ലാത്തിലും അല്ലാഹുവേ ബർക്കത്തിനെ, റഹ്മത്തിനെ പ്രദാനം ചെയ്യണം റഹ്മാനെ. വിദേശത്ത് കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്കെല്ലാം അവർക്ക് ഖൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള മഹാസൗഭാഗ്യം ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ, അടുത്ത ആഴ്ച മുതൽ ജുമാ 35 തന്നെ ആരംഭിക്കും. പലരും 40 എന്ന് വിചാരിച്ചിട്ട് വരുന്നുണ്ട്. അപ്പൊ 35 തന്നെ ആരംഭിക്കുമെന്ന് അറിയിക്കാൻ. അസ്സലാമു അലൈക്കും.